ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സഞ്ജനാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് സാൽമൻ്റെ 3 തല കിട്ടിയിട്ടുണ്ട്. നമ്മൾ മേടിച്ചതായിട്ടോ. നമ്മുടെ മോറിസണിൽ പോയി കഴിഞ്ഞപ്പം നമുക്ക് 75 പെൻസ് കൊടുത്താൽ ഒരു തല കിട്ടും. അങ്ങനെ 3 തല മേടിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്നത് കറി വയ്ക്കാനുള്ള പരിപാടിയാട്ടോ. അപ്പോൾ ഈ 3 തലേനെ നല്ലപോലെ ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനെ പെട്ടെന്ന് കറിയാക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ കറി വെക്കാനായിട്ട് കൂടുതൽ ഉപയോഗിക്കുന്നത് ചുവന്നുള്ളി ആട്ടോ. അപ്പോൾ ചുവന്നുള്ളി ഇത്തിരി കുറവായതുകൊണ്ട് ഞാനിവിടെ ഒരു ചെറിയൊരു ഒനിയനും എടുക്കുന്നുണ്ട്. അപ്പോൾ ചുവന്നുള്ളി, ഒനിയൻ, പിന്നെ നല്ലപോലെ വെളുത്തുള്ളി, പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയൊക്കെ ഇവിടെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുക്കും, ബാക്കിയെല്ലാം അരിഞ്ഞെടുക്കും. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് പാൻ ചൂടാക്കി കഴിയുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കും. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ്. ഞങ്ങൾക്കിവിടെ തണുപ്പായതുകൊണ്ട് വെളിച്ചെണ്ണ അധികം കട്ട പിടിച്ചിരിക്കുന്നതുകൊണ്ട് നമ്മൾ കൂടുതലും സൺഫ്ലവർ ഓയിലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ എണ്ണ ചൂടായി വന്നപ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തിട്ട് ഉലുവ പൊട്ടി വന്നു കഴിയുമ്പം അതിലേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് വഴറ്റി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒനിയനും ചുവന്നുള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. കൂട്ടുകാരെ, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ ഓൾ പ്രസ് ചെയ്യാനും മറക്കരുത് കേട്ടോ. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇനി നമ്മുടെ ഒനിയനും ഉള്ളിയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. നമുക്ക് ഇത് നന്നായിട്ട് വഴറ്റണം. നന്നായിട്ട് വഴറ്റി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള മസാലപ്പൊടികളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. മീനിൻ്റെ തലയൊക്കെ കിട്ടുമ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് മീൻ കറി വയ്ക്കുന്ന പോലെ കറി വെച്ച് കഴിക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഒനിയനും ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ കറിവേപ്പിലൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടിയും ഒരു ലേശം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയും പിന്നെ കുറച്ച് എരിവുള്ള മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക കേട്ടോ. അതിൻ്റെ പച്ചമണം മാറുന്ന വരേക്കും നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഈ സമയം ഞാനിവിടെ കുറച്ച് കുടപ്പുളി എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ചെറു ചൂടുള്ള വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മുടെ ആ കുടപ്പുളി ഇട്ട് വെച്ചിരിക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ആ കുടപ്പുളിയും വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. കുടപ്പുളി ആവശ്യത്തിന് പുളി ചേരാനുള്ള കുടപ്പുളി വേണം നമ്മൾ എടുക്കാൻ. ഇവിടെ ഏകദേശം ഒരു 4 ചോള എടുത്തിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ കീറിയിട്ടതാണ് കേട്ടോ. പിന്നെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ വെള്ളം നമ്മളൊരു കോപ്പ വെള്ളമാണ് എടുത്ത് വെച്ചിരുന്നത്. ഇത് മതിയാവില്ല. അപ്പോൾ ഞാനിവിടെ ഒരു കെറ്റിലിൽ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ആ വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള, ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള, പിന്നെ കഷ്ണങ്ങളൊക്കെ വേവാനൊക്കെ ആവശ്യമായിട്ടുള്ള വെള്ളം നമ്മൾ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല. അപ്പം ഈ വെള്ളത്തിലേക്ക് ഉപ്പിട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ കഷ്ണങ്ങൾക്കൊക്കെ നല്ല ഉപ്പ് പിടിക്കും. അപ്പോൾ ഈ സമയത്താണ് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നത് കേട്ടോ. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമ്മുടെ ഈ ഗ്രേവി, ഈ മസാലകളെല്ലാം ഉൾപ്പെട്ടിട്ടുള്ള ഈ ഗ്രേവി നന്നായിട്ട് തിളച്ച് വരണം കേട്ടോ. തിളച്ച് വരണ സമയത്ത് നമ്മളിവിടെ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മീനിൻ്റെ തലക്കഷ്ണങ്ങൾ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഒരു തവി വെച്ചിട്ട് ആ കഷ്ണങ്ങളൊക്കെ ആ ഗ്രേവിയിലോട്ട് മുങ്ങിക്കെടുക്കാവുന്ന രീതിയിൽ ഒന്ന് ആക്കിയിടണം കേട്ടോ. എങ്കിലാണ് ആ മസാലയൊക്കെ നന്നായിട്ട് ആ കഷ്ണത്തിലോട്ട് പിടിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്ന് ശരിക്കും ഒന്ന് എല്ലാ കഷ്ണങ്ങളും നന്നായിട്ട് ആ ഗ്രേവിയിൽ മുങ്ങിക്കിടക്കാവുന്ന രീതിയിലാക്കിയ ശേഷം നമുക്കിത് മൂടി വെച്ചൊന്ന് വേവിക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമ്മളിത് മൂടി വെച്ച് ഏകദേശം ഒരു 10 മുതൽ 15 മിനിറ്റ് വരെയൊക്കെയായിട്ട് നമ്മൾ വേവിക്കുന്നത്. അതിനുശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ ഈ കറി നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു തവി വെച്ചിട്ട് പതുക്കെ ഒന്ന് സൈഡിൽ കൂടെയൊക്കെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം കേട്ടോ. ഒരുപാട് ഇളക്കരുത്. അപ്പോൾ നമ്മുടെ മീൻ കഷ്ണമൊക്കെ പൊടിഞ്ഞു പോകും. പ്രത്യേകിച്ച് സാൽമണൊക്കെ ആകുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മീനാണ്. അപ്പോൾ പെട്ടെന്ന് അത് ഉടഞ്ഞു പോകും കേട്ടോ. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തവി വെച്ച് ഇളക്കണ്ട എന്നുണ്ടെങ്കിൽ നമുക്കൊരു 2 സൈഡിലും ചട്ടിയുടെ സൈഡിൽ രണ്ടും പിടിച്ചിട്ട് നമുക്ക് പതുക്കെ ഒന്ന് ഇങ്ങനെ ഇളക്കിയിട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ പതുക്കെ ഒന്ന് ആ ചട്ടി വെച്ചിട്ട് തന്നെ ഇങ്ങനെ ഒന്ന് അനക്കി കൊടുക്കുക. അപ്പോൾ കഷ്ണങ്ങളൊന്നും ഉടയാതെ നല്ല സേഫായിട്ട് അതിനകത്ത് തന്നെ കിടക്കൂട്ടത്. ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക കേട്ടോ. കറി തിളയ്ക്കുന്ന മണമൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. ബെർണാഡൂട്ട് അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ.
ബെർണാഡൂട്ടിന് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. ഇതിൻ്റെ ഇച്ചിരി ചാറ് കുടിച്ചപ്പോൾ നല്ല പുളിയൊക്കെ ഉണ്ടായിരുന്നു, നല്ല ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അങ്ങനെ ബെർണാഡ് സൂപ്പറാന്നൊക്കെ പറഞ്ഞിട്ട് അവൻ പോയി. അപ്പം ദേ നമ്മുടെ കറി ഇവിടെ തിളച്ച് കുറുകി വരുന്നുണ്ട്. ഇനി നമുക്ക് പതുക്കെ ഗ്യാസ് ഓഫ് ചെയ്യാം, കാരണം ഇനി ഇത് ഇരുന്ന് പതുക്കെ കുറുകും, ഒന്നും കൂടെ കുറുകൂട്ടോ. അപ്പോൾ നമുക്ക് ഒട്ടും ഗ്രേവി ഇല്ലാണ്ടാവും. അപ്പോൾ നമുക്കിപ്പോൾ ഇച്ചിരി കപ്പയുടെ കൂടെയോ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെയൊക്കെ ഇത്തിരി ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കിട്ടുന്നതായിരിക്കും സൂപ്പർ. അപ്പോൾ മീനിൻ്റെ തലക്കറി ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റാണ്. നമുക്കിപ്പോൾ കപ്പയൊക്കെ ഉണ്ടെങ്കിൽ കപ്പയുടെ കൂടെയൊക്കെ അടിപൊളി കോമ്പിനേഷനാണ്. അതുപോലെ ചോറിൻ്റെ കൂടെ ആണെങ്കിലും സൂപ്പറാട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ തലയൊക്കെ കിട്ടുമ്പോൾ തലക്കറി ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കുക, നല്ല സൂപ്പറായിരിക്കും. നമ്മൾ വിചാരിക്കും തലയല്ലേ അതിനത്ര രുചി കാണില്ലെന്ന്, പക്ഷേ തലയ്ക്കാണ് ഏറ്റവും രുചി. അപ്പം ഇതുപോലെയുള്ള അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുമ്പോൾ എല്ലാവർക്കും ബായ്.